ലൈഫിൽ എപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് കിട്ടും എന്ന്. പക്ഷേ എൻ്റെ ജേർണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഒരാൾക്ക് സക്സസ് കിട്ടണം എന്നില്ല. നമ്മൾക്ക് സ്വയമായിട്ടൊരു ബിലീഫ് ഉണ്ടാവണം. നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് അച്ചീവബിൾ ആണ്. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അതിൻ്റെ ഒരു ടെസ്റ്റമെൻ്റ് ആയിരുന്നു എൻ്റെ റീസെൻറ്റ് വിൻ അറ്റ് വനിത മിസ് കേരള. ഹെയർ ആൻഡ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഔട്ട്ഫിറ്റ് എല്ലാം ഇട്ട് റെഡി ആയപ്പം ഐ റിയലി ഫെൽറ്റ് ബ്യൂട്ടിഫുൾ. ഓൺ സ്റ്റേജ് പോകുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു നല്ല ടീം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓൺ സ്റ്റേജ് കയറിയപ്പം ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു ഇത്. ചുണ്ടും കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ടു ബി ദെയർ. റിസൾട്ട് എന്താകുമെന്നോ ഒന്നും ആലോചിക്കാതെ ആ സ്റ്റേജിൽ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് റൗണ്ടിൽ ഇൻഡിവിജ്വൽ ലെഹങ്ക വോക്കായിരുന്നു. സാധാരണ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഇല്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെപ്പറ്റി ഒരാൾ പറയുമ്പോൾ അതെല്ലാം കേട്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് ടോപ്പ് 10ലേക്ക് വിളിക്കുകയുണ്ടായി. ടോപ്പ് 10ലേക്ക് 9ാമത്തെ ആളായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോപ്പ് 10ലെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തോന്നി. ഓക്കെ, ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ടോപ്പ് 5ലേക്ക് എന്നെയാണ് ആദ്യം വിളിച്ചത്. അതുകൊണ്ട് തന്നെ വളരെയധികം ടെൻഷനിൽ നിന്ന് ഞാൻ ഇപ്രാവശ്യം ഒഴിവായി കിട്ടി. ടോപ്പ് 5ലെ ക്വസ്റ്റൻ ആൻസർ റൗണ്ടിൽ ബാക്കി എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഹെഡ്ഫോൺസ് എല്ലാം വെച്ച് ബാക്കി ആൾക്കാർ എന്താ പറഞ്ഞത് എന്നൊന്നും കേട്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ വന്നത് തുറന്നടിച്ച് പറഞ്ഞു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു ബി ക്രൗണ്ട് എസ് ദ ഫസ്റ്റ് റണ്ണർ അപ്പ്. എൻ്റെ ഈ വിജയത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ ടു. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.